നമസ്കാരം. ഓം ശരവണഭവായ നമഃ. ഇന്ന് പൈങ്കിനി ഉത്രം. മീനമാസത്തിലെ പൈങ്കിനി ഉത്ര ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയും കൂടി ചേർന്ന് വന്നിരിക്കുന്ന ദിവസമാണ്. അതിവിശേഷപ്പെട്ട ദിവസമായതിനാൽ നാം ചെയ്യുന്ന പ്രാർത്ഥനയ്ക്കും പരിഹാരത്തിനും ഒക്കെ വളരെയധികം ഫലം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഈ പൈങ്കിനി ഉത്ര ദിവസം മുരുകഭഗവാനെ ഭജിക്കുന്നതിലൂടെ ലഭിക്കുന്നത് നമ്മുടെ കടങ്ങളൊക്കെ തീരുവാനായിട്ട് മുരുകഭഗവാനെ പ്രാർത്ഥിക്കുക എന്നതാണ്. അതിവിശേഷപ്പെട്ട ഈ പൈങ്കിനി ഉത്ര ദിവസം നമ്മുടെ പ്രാർത്ഥനകൾക്കെല്ലാം വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതാണ്. ഞാൻ ഈ പറയുന്ന പരിഹാരം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്നത് സന്തോഷമുള്ള ജീവിതം, സന്താന സൗഭാഗ്യം, മംഗല്യഭാഗ്യം, കുടുംബ ഐശ്വര്യം, കടങ്ങൾ വീട്ടുവാനുള്ള ഭാഗ്യം, ഇതൊക്കെയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ജീവിതത്തിൽ ബന്ധങ്ങളുടെ പ്രാധാന്യവും മൂല്യവും ചെയ്യുന്ന ദിവസമായാണ് പൈങ്കിനി ഉത്രത്തെ കണക്കാക്കുന്നത്. ഹിമവൽ പുത്രിയായ പാർവതി ദേവി ശിവഭഗവാനെ സ്വന്തമാക്കിയ ദിവസം കല്യാണവ്രതം എന്ന പേരിലാണ് പൈങ്കിനി ഉത്രം അറിയപ്പെടുന്നുണ്ട്. സുബ്രഹ്മണ്യൻ ദേവസേനയെ പ്രണയിച്ച് വിവാഹം കഴിച്ച ദിവസം കൂടിയാണ് ഈ പൈങ്കിനി ഉത്ര ദിവസം വരുന്നത്. അതിനാലാണ് ഇത് കല്യാണമാസം അല്ലെങ്കിൽ മംഗല്യഭാഗ്യത്തിന് ഈ ഒരു ദിവസം വളരെ ഉത്തമമാണ് എന്ന് പറയുന്നത്. ഷൺമുഖൻ, ആറുമുഖൻ എന്ന് പേരുള്ള മുരുകഭഗവാന് 12 കൈകളാണ് ഉള്ളത്. അതുപോലെ തന്നെ മുരുകഭഗവാനെ ഭജിക്കുവാനുള്ള പൈങ്കിനി ഉത്രം എന്ന നക്ഷത്രം വരുന്നതും 12ാമത്തെ നക്ഷത്രമായാണ്. അപ്പോൾ 12ന് വളരെ പ്രാധാന്യമുള്ളൊരു ദിവസം കൂടിയാണെന്ന് നിങ്ങൾ ഇന്ന് എവിടെയെങ്കിലും 12 എന്ന രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ അത് വളരെ ഐശ്വര്യം നിറഞ്ഞതാണ്. മുരുകഭഗവാനെ പ്രാർത്ഥിച്ച് വെള്ളിയാഴ്ചയായ ഇന്ന് ശുക്രഹോരയിൽ, അതായത് രാത്രി 8 മണി തൊട്ട് 9 മണി വരെയുള്ള സമയത്ത് ഒരു ചെറിയ തട്ടത്തിൽ കുറച്ച് തുവരപ്പരിപ്പ്, നിങ്ങളുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു പിടി തുവരപ്പരിപ്പ് ഇട്ടതിന് ശേഷം ജാതിക്ക ഉണ്ടെങ്കിൽ അത് വെക്കാവുന്ന, ഇല്ലെങ്കിൽ കുറച്ച് കഷ്ണം ചുക്ക് ഉണ്ടെങ്കിലും അതും വെക്കാവുന്നതാണ്. ഈ ജാതിക്ക എന്ന് പറയുന്നത് മഹാലക്ഷ്മി വാസം കുടികൊള്ളുന്ന ഒരു വസ്തുവാണ്. ഈ ഒരു ജാതിക്ക ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കയ്യിൽ പിടിച്ച് നിങ്ങളുടെ എന്താഗ്രഹവും നിങ്ങൾ പ്രാർത്ഥിക്കാവുന്നതാണ്. മുരുകഭഗവാനെ വേഗം നടത്തിത്തരണേ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. എന്നിട്ട് ഈ ജാതിക്ക ആ തുവരപ്പരിപ്പിൻ്റെ മുകളിൽ വെച്ചതിനു ശേഷം ഇന്ന് രാത്രി മൊത്തം അത് നിങ്ങളുടെ പൂജാമുറിയിൽ സൂക്ഷിക്കേണ്ടതാണ്. നാളെ രാവിലെ ജാതിക്ക എടുത്ത് നിങ്ങളുടെ പൈസ വയ്ക്കുന്ന അലമാരയിൽ സൂക്ഷിക്കാവുന്നതാണ്. തുവരപ്പരിപ്പ് ആരും കാൽപ്പെടാത്ത സ്ഥലത്ത് കൊണ്ട് ഇടാവുന്നതാണ്. വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടും കൂടി നാം ചെയ്യുന്ന ഏതൊരു കർമ്മവും 100% ഫലം കാണുന്നതാണ്. എല്ലാവർക്കും മുരുകഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്